വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഷൗക്കത്തിന് കഥ എഴുതാൻ പോകാം, സ്വരാജിന് പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും പോകാം, ഞാൻ നിയമസഭയിലേക്ക് പോകും. 75,000 മുകളിൽ വോട്ട് ലഭിക്കും. PV അൻവർ എന്ന രാഷ്ട്രീയ അഹങ്കാരിയുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ അവസാന ലാപ്പിലെ വരെ അഹങ്കാരം ഇതായിരുന്നു. പക്ഷേ കടന്നൽ രാജയെ സത്യത്തിൽ നിലമ്പൂരിലെ ജനങ്ങളാണ് തിരിഞ്ഞുകുത്തിയത്. ഒടുക്കം പടക്കളത്തിൽ നിന്ന് സ്വന്തം നാവുപിഴകളും കാശിന്റെ ഹുങ്കും കാരണം ജനങ്ങൾ ഇതാ ഇറക്കി വിട്ടിരിക്കുന്നു. 19,946 എന്ന വോട്ടുകൾ മാത്രം പിടിച്ചുകൊണ്ട് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട PV അൻവർ ഇനി രാഷ്ട്രീയ കേരളത്തിൽ അപ്രസക്തനാകും. ഇതൊരു പാഠമാണ്. മറുനാടൻ മലയാളിയുടെ പട്ടത്തെ ഓഫീസിൽ നിന്നും ഷാജൻസ്കറിയെ താഴെ ഇറക്കുമെന്നും ഓഫീസ് പൂട്ടിക്കുമെന്നുമുള്ള മുന്നറിയിപ്പുമായി PV അൻവർ MLA ആയിരുന്ന സമയത്ത് കുറെ നടന്നതാണ്. വ്യാജരേഖ ചമച്ച് നേടിയ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും വ്യാജരേഖ നിർമ്മാണ കേസിൽ വീട്ടിലിരിക്കുന്നവരെ ഉൾപ്പെടെ നിയമപ്രകാരം തന്നെ പ്രതികളാക്കുമെന്നുമൊക്കെ ആഹ്വാനം ചെയ്ത് കള്ളക്കേസുകളെടുത്ത് പിണറായിയുടെ അനുഗ്രാശസ്സുകളോടെ പോരിനിറങ്ങി അൻവറിന് അന്നും ഇന്നും മറുനാടിനെ തൊടാൻ പോലും സാധിച്ചിട്ടില്ല. പക്ഷേ അന്നും ഇന്നും മറുനാടുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ കേരളത്തിൽ ഇനി PV അൻവറില്ല. അന്ന് കടന്നൽ രാജയ്ക്ക് പിന്തുണ കൊടുത്തവരെയൊക്കെ രാജ ഇന്ന് അക്ഷരാർത്ഥത്തിൽ കൈയൊഴിഞ്ഞു. തന്നെ അഴിഞ്ഞാടാൻ സമ്മതിക്കാത്ത പിണറായിയുടെ പാളയം വിട്ട് പിണറായിസത്തിനെതിരെ ഇന്ന് രാഷ്ട്രീയ നാടകം ഇറക്കിയതിനെ കേരളം പല്ലിളിച്ച് കാണിക്കുകയാണ്. എവിടെയും ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാശ് കൊടുത്ത് വാടകയ്ക്കെടുത്ത് DMK എന്നൊരു പാർട്ടി രൂപീകരിച്ചു. അൻവർ ആരാണെന്ന് പോലും അറിയാത്ത കാശും ബിരിയാണിയും വാങ്ങി അവർ നാടുവിട്ടു. കേരളം എന്ന് പോലും കേൾക്കാത്ത ബംഗാളിലെ തൃണമൂലിൽ പോയി ഒടുക്കം ചേർന്നു. മമതാ ബാനർജിക്ക് കേരളത്തിൽ എന്ത് കാര്യമെന്ന് ജനങ്ങൾ തിരിച്ചു ചോദിച്ചു. ഒടുക്കം UDF-ൽ കയറാനായിരുന്നു കടിപിടി. കോൺഗ്രസ് നിർദ്ദേശിച്ച നിലമ്പൂർ സ്ഥാനാർത്ഥി ആയടൻ ഷൗക്കത്തിനെ തനിക്ക് ഇഷ്ടമല്ല എന്ന കാരണത്താൽ മാറ്റണമെന്ന് കോൺഗ്രസിനോട് തിട്ടൂരമിറങ്ങിയപ്പോൾ പോയി പണം നോക്കാൻ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ VD സതീശൻ. രമേശ് ചെന്നിത്തലയും K സുധാകരനുമൊക്കെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചെങ്കിലും അവരും കനിഞ്ഞില്ല. ഒടുക്കം പിണറായിസം എന്ന് പറഞ്ഞു കരഞ്ഞയാൾ സതീശനിസത്തിനെതിരെ തിരിഞ്ഞു. തനിക്കിഷ്ടമില്ലാത്ത എല്ലാവരെയും കടന്ന് ആക്രമിക്കുകയും ഭീഷണി രാഷ്ട്രീയം മുഴക്കുകയും ചെയ്ത PV അൻവറിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത എന്നേ പോയിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ജനിച്ച PV അൻവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ശക്തമായ ബന്ധമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. കേരള സ്റ്റുഡൻസ് യൂണിയന്റെ പ്രതിനിധിയുമൊക്കെയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായും ഒക്കെ രേഖകളിലുണ്ട്. ഏറനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ചു തുടങ്ങിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കളം പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖം കാണിക്കുന്നു. വയനാട്ടിൽ സ്വതന്ത്രനാവുന്നു. 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നു. തുടർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ രാഷ്ട്രീയത്തിൽ താൻ പോരിമ മാത്രം രാഷ്ട്രീയ ആയുധമാക്കിയ അൻവർ പിണറായി ടേം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഉടക്കി പുറത്തിറങ്ങി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത ഒഴിവാക്കാൻ 2025 ജനുവരിയിൽ നിലമ്പൂരിലെ MLA സ്ഥാനം അങ്ങ് രാജിവെക്കുകയും ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് ഇപ്പോൾ നാണം കെട്ട് പരാജയപ്പെട്ടു. കക്കാടംപൊയിലെ അദ്ദേഹത്തിന്റെ തീം പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും 2025 ജനുവരിയിൽ ഒരു ആദിവാസി യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ ഫോറസ്റ്റ് ഓഫീസ് നശിപ്പിച്ചു എന്നാരോപിച്ച രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ വരിച്ച അറസ്റ്റും ആഫ്രിക്കയിൽ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ നിന്ന് ദീർഘനേരം വിട്ടുനിന്നതുമൊക്കെയാണ് അൻവറിന്റെ ആകെയുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ. അതിനുള്ള മറുപടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. നാണം കെട്ട് തല താഴ്ത്തി. PV അൻവറിനോടാണ് ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെയൊരു ഭീഷണി രാഷ്ട്രീയം മുഴക്കിയ ഒരാളെയും കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള നെറുകെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇറങ്ങും. ഒരു പക്ഷേ നിങ്ങൾക്കൊരു റീഎൻട്രി ലഭിച്ചേക്കാം.